ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ചെടികൾ നമ്മൾ പുതുതായിട്ട് വെക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് മാവ് മറ്റുള്ള കാര്യങ്ങൾ, മിക്സഡ് ഫ്രൂട്ട് വെക്കേണ്ടവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പ്രതിപാദിക്കുന്നത്. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട പല വീഡിയോകളും നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കിയിട്ട് നമ്മളൊരു പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ബഡ്ജറ്റാണ്. അപ്പോൾ പലവർക്കും പല സാമ്പത്തിക ശേഷിയാണ് ഉള്ളത്. അപ്പം നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ഇതില്ലെങ്കിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് അതിൻ്റെ ഒരു പാഷനായിട്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് തിന്നാനൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കടകളിൽ നിന്ന് ഇഷ്ടം പോലെ എല്ലാ ഫ്രൂട്ട്സും കിട്ടും. പക്ഷെ ഫ്രൂട്ട്സ് വെക്കുന്നവരാരും അതിൻ്റെ തൈ ഉണ്ടാക്കി ടൈമെന്ന് തൈ കൊടുത്തിട്ട് അല്ല വെക്കുന്നത്, വാങ്ങിക്കൊണ്ടിരുന്നതാണ്. തോട്ടങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഹോൾസെയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് വെക്കുന്നതാണ്. അപ്പോൾ ഇനി വിൽപ്പന എന്നുള്ളൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തൈകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകേണ്ട നഴ്സറികൾ അത് തൈകൾ ഉണ്ടാക്കുന്ന നഴ്സറി അല്ല, അത് അതിനെക്കുറിച്ച് അറിയുന്ന നഴ്സറികളാണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 5-8 വർഷം ഓരോ തൈകളും കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ കായ്ച്ച് അത് എത്ര ഈൽഡുണ്ട് എന്ന് നോക്കി അങ്ങനെയുള്ള തൈകൾ അത് മാത്രം കൊണ്ടുവന്നിട്ട് വിൽക്കുന്നൊരു നഴ്സറിയാണ്. ഇതേപോലെ കേരളത്തിൽ ഒരുപാട് നഴ്സറികളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തൈകൾ എന്താണ് ഗുജറാത്തിൽ ഉണ്ടാക്കിയ തൈയാണ്. ആ തൈൻ്റെ വില ഒന്നും അവർ പറഞ്ഞില്ല. ഫോർ എക്സാമ്പിൾ ഇത് കേരളത്തിലെ ഒരു പ്രമുഖ നഴ്സറി ഉണ്ടാക്കിയ ഒരു തൈയാണ്. ഇത് ഗോലക്ക് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്, പ്രമുഖ നഴ്സറി ഉണ്ടാക്കിയ തൈയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിലും വലിയൊരു തൈ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഇല്ല, ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6 കൊല്ലമോ 7 കൊല്ലമൊക്കെ കാത്തിക്കുകയാണെങ്കിൽ അങ്ങനത്തെ തൈ മതി. പക്ഷെ ഇതേപോലെ ഉൽപ്പാദിപ്പിച്ച തൈകൾ തന്നെയാണ് വെറുതെ മെഷീനിക്ക് ഉണ്ടാക്കണമല്ലോ ഇവിടെ ഉണ്ടാക്കിയിട്ട് 5 കൊല്ലം 6 കൊല്ലമൊക്കെ വെച്ച് വളർത്തിയിട്ടാണ് തൈകൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരെ പരിഹസിച്ചും കണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇനിയിപ്പോൾ എല്ലാവരും ഗുജറാത്തിൽ പോയിട്ട് തൈകൾ വാങ്ങണം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിൻ്റെ ഇത് ഗുജറാത്തിലെ അനിൽ നഴ്സറിയിൽ നിന്ന് കായ്ച്ച പ്ലാന്റിൽ നിന്ന് അവർ പ്രൊപ്പഗേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. ഇതൊരു മൾട്ടി റൂട്ട് അഡീഷൻ കൊടുക്കാൻ വേണ്ടി വേറൊരു സീഡ്ലിംഗ് വെച്ചതാണ്. ഓക്കെ, ഈ നഴ്സറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർ കായ്ച്ച പ്ലാന്റിൽ നിന്ന് മാത്രമാണ് തൈകൾ ഉണ്ടാക്കുന്നത്. അതാണ് ഈ നഴ്സറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ കുട്ടി അവിടെ കണ്ടിട്ടുള്ളൂ. ഈ നഴ്സറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കായ്ച്ച തൈകളിൽ നിന്ന് മാത്രമേ തൈ ഉണ്ടാക്കണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മൂപ്പര് പോയിട്ട് പരീക്ഷിക്കണം. കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ഒരു 1000കണക്കിന് നഴ്സറി ഉണ്ട്. പ്രമുഖ നഴ്സറികൾ പോയി നോക്കിയാലും ഒരു 5% തൈകളാണ് അവർ ഉൽപ്പാദനമുള്ളത്. ബാക്കി 95% തൈകൾ വരുന്നതാണ്. അക്കണക്കിന് നമ്മൾ കേരളത്തിലെ ഒരു നഴ്സറിയിൽ നിന്ന് നമുക്ക് തൈകൾ വാങ്ങാൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ബംഗാളിലോ വെസ്റ്റ് ബംഗാളിലോ അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും പ്രമുഖ നഴ്സറി പോയി കുറച്ച് തൈകൾ എടുത്തുകൊണ്ട് വരും, അത് നേരെ മറിച്ച് വിൽക്കും. ഇതിനപ്പുറമൊന്നും നമ്മുടെ നാട്ടിലുള്ള നഴ്സറിക്കാരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലോ ആന്ധ്രയിലോ അല്ലെങ്കിൽ കേരളത്തിലെ തൃശ്ശൂരിലുള്ള പ്രമുഖ നഴ്സറികളിൽ പോയിട്ട് തൈകൾ കൊണ്ടുവന്ന് മറിച്ച് വെക്കും. അതിന് തന്നെയാണ് കച്ചവടം, നഴ്സറി ഗാർഡൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അല്ലാണ്ട് ഇതേപോലത്തെ ഒരു തൈ ഉണ്ടാക്കിയിട്ട് അത് ഈ ഒരു വലിപ്പം ആവണമെങ്കിൽ എത്ര വർഷം കാത്തിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സൈസിലേക്ക് ആവണമെങ്കിൽ എത്ര വർഷം ഉണ്ടാക്കിയ ഒരു തൈ, ഒരു ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഇത്ര പോകുന്നൊരു തൈ വളർന്നിട്ട് ഇത്ര ആവണമെങ്കിൽ ആ വ്യക്തി പറയുന്നത് നിങ്ങൾ അത്ര വർഷം കാത്തു നിന്നോളൂ എന്നാണ്. ഓക്കെ, ഇതിനപ്പുറമൊന്നും നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പോപ്പുലർ നഴ്സറിക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഒരു തൈ പോലും ഗ്രാഫ്റ്റോ ബഡോ ചെയ്യാത്ത അനേകായിരം നഴ്സറികളാണ് നമ്മുടെ ഇടയിൽ തഴച്ചു വളരുന്നത് എന്നുള്ള ഒരു വിഷമം കൂടെ, ഒരു തൈ പോലും ഉൽപ്പാദിപ്പിക്കാത്ത അനേകായിരം നഴ്സറികളാണ് നമ്മുടെ കേരളത്തിൽ. വിഷമം കൂടെ ഇതിന്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പുള്ളിൻ്റെ വിഷമം അതാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ഒക്കെ പ്രശ്നം എന്താ പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ നഴ്സറിക്കാരും ആന്ധ്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ തൈകൾ കൊടുന്ന് അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ തൈകൾ കൊടുന്ന് മറിച്ച് വെക്കുകയാണ്. ഇനി ഞങ്ങൾ നഴ്സറി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വാലുപൊക്കലാണിത്.
ഞങ്ങൾ നഴ്സറി തുടങ്ങുന്നുണ്ട്, ഞങ്ങൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ച തൈകളായിരിക്കും ഞാൻ ഇതിൽ വിൽക്കുക. ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുക എന്നുള്ള ഒരു എന്താ പറയുക. പിന്നെ ആരോ പറഞ്ഞു, എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടാണ് കച്ചവടം ഉണ്ടാകണമെന്നുള്ള ആരൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പോൾ ഇന്ന മാതൃകയാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് ചാനലാണല്ലോ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നാൽ മതി. ഗൾഫിൻ്റെ ഒക്കെ കാര്യം കുറച്ച് മോശമാണ്. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് പച്ച പിടിക്കുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങണമെന്ന് ഒരാൾ ഉപദേശിച്ചു കൊടുത്തതാണ് ഞാൻ കേട്ടത്. എന്തായാലും ഇനി കാര്യത്തിലൊക്കെ എന്തായാലും ലെമൺ സെസ്റ്റൊക്കെ ബംഗാളിലൊക്കെ എത്തിയിട്ടുണ്ടാവാം. നഴ്സറികൾ ഇത്തരം ഇനങ്ങൾ ഇവിടെ കൊണ്ടുവരട്ടെ. അതാണ് എന്തായാലും ലെമൺ സെസ്റ്റ്, ആകെ ലെമൺ സെസ്റ്റ് ഫ്ലോറിഡ അല്ലാതെ വേറൊരു പരിപാടിയില്ല. അപ്പം ലെമൺ സെസ്റ്റൊക്കെ ബംഗാളിൽ എത്തിയിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെ കൊണ്ടുവരട്ടെ നഴ്സറിക്കാർ. അപ്പം നേരത്തെ പറഞ്ഞത് ഇവരൊക്കെ അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, അതൊന്നും നിങ്ങൾ വാങ്ങണ്ട, അവർക്ക് അറിയില്ല. പിന്നെ അത് കായ്ക്കോ ഇല്ല എന്നുള്ള അറിയില്ല. എന്താണ് ഇതിനൊക്കെ പറയുക? അപ്പോൾ ഞാൻ അതിനൊന്നും പറയണില്ല, നിങ്ങൾ വിലയിരുത്തിക്കോളും. കേരളത്തിലെ എല്ലാ നഴ്സറികളും ഒരു 10,000 നഴ്സറികൾ എടുത്താലും ഒരു 5% തൈകൾ അവർക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. വരും തൈ ഈ കുട്ടി അവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു തൈ പോലും അവന് ചില്ലറ വിൽക്കുന്നില്ല. അപ്പോൾ ഇതേപോലെയുള്ള നഴ്സറിക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ തൈകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത്ര പോകുന്ന ഒരു തൈ ഉണ്ടാക്കിയിട്ട് ഇതേപോലത്തെ ഒരു മരമായി കിട്ടണമെങ്കിൽ എത്ര വർഷം എടുക്കും? അതിന് മാത്രം എത്ര സ്ഥല സൗകര്യങ്ങൾ നമ്മളെ കേരളത്തിലെ നഴ്സറിക്കാർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വിട്ടോളൂ. ഇനി നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ വിലയിരുത്തുക. ആകെയുള്ള വിഷമം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖ നഴ്സറിക്കാരൊക്കെ, ബ്രാൻഡഡ് നഴ്സറിക്കാരൊക്കെ അവിടെ നിന്ന് കൊടുന്നിട്ട് കാശുണ്ടാക്കണെന്നുള്ളതാണ്. ആകെ സഹിക്കാൻ പറ്റണില്ല. സാമ്പത്തികമായിട്ട് അവരങ്ങനെ ഉയർന്നു പോവുകയാണ്. നമുക്ക് ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ നന്നാവരുത് എന്നുള്ളൊരു പോളിസിയാണ്. അതൊക്കെ പ്രബുദ്ധരായ ജനങ്ങളാണ്. വിട്ടുപോയി, ഞാൻ വിഷയത്തിലേക്ക് കിടക്കുക. അപ്പം നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട തൈകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിനും സൗകര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്ത ഫ്രൂട്ട്സുകൾ വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറി വന്നാൽ ഒരു 5-10 തൈകളൊക്കെയാണ് വെക്കുക. അപ്പോൾ വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികം വലിയൊരു ഘടകമാണ്. സാമ്പത്തികം ഇല്ലാത്തവർക്ക് ചെറിയ തൈകൾ വെച്ച് വലുതാക്കിയിട്ട് എടുക്കുക. ഉള്ളവർക്ക് പല പൊതുജനം പലവിധമാണല്ലോ. ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അവർക്കൊക്കെ അനുസരിച്ച് അവരെ തൈകൾ വെക്കുക. വലിയ തൈകൾ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈൽഡ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ തിരഞ്ഞെടുക്കേണ്ട വേറൊരു കാര്യങ്ങൾ, നമ്മളെ എല്ലാ കാലാവസ്ഥയിലും നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മാങ്ങ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്ലാവ് മാത്രം വെച്ചാൽ അതിൻ്റെ ഒരു സീസണിലേ ഉണ്ടാവും. നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ മിക്സ് ആക്കിയിട്ട് നമുക്ക് എല്ലാ ടൈമിലും ഒരു ഫ്രൂട്ട്സ് കിട്ടുന്ന രൂപത്തിലുള്ള തൈകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് അതിനോടൊരു മടുപ്പില്ലാതിരിക്കും. നമുക്ക് ഇപ്പോൾ പേരക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം കൊണ്ട് തന്നെ വിളവെടുക്കാം. കുറച്ച് ഒരു മാവൊക്കെ വെക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു മീഡിയം തൈ വെക്കുകയാണെങ്കിൽ തന്നെ 2 വർഷം 3 വർഷം എടുക്കും. ഇനി വലിയ തൈയൊക്കെ വെച്ചാൽ 1 വർഷം കൊണ്ട് കായ്ക്കുന്നത് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്, നമ്മളെ അനുഭവത്തിലുള്ള കാര്യം. ഇപ്പോൾ എൻ്റെ ഇവിടെ വരുന്ന കസ്റ്റമറോട് ചോദിച്ചാൽ ഒരു 95% കസ്റ്റമറും അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയും, റാസ് ഭായ് എൻ്റെ കാര്യം ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അത് നിങ്ങൾ വെക്കണ്ട എന്ന് തുറന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾക്ക് 10-20 തൈകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിക്കോളൂ. നിങ്ങളൊരു 4 തൈ 5 തൈ ആണെങ്കിൽ അത് വെക്കണ്ട. ആ ഉപദേശം കേൾക്കാനാണ് കേരളത്തിൽ നിന്ന് അങ്ങോളമുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനിത് കാണിക്കുമ്പോൾ കാണിച്ചിട്ട് ആ കുട്ടികൾക്ക് സഹിക്കാൻ പറ്റണില്ല. കാരണം കന്യാകുമാരി കിടക്കുന്ന ആളുകൾ വരുന്നു, മംഗലാപുരത്ത് നിന്ന് വരുന്നു, ഗോവയിൽ നിന്ന് വരുന്നു, ബോംബെയിൽ നിന്ന് വരുന്നു. എന്താ ഇതിൻ്റെ കുട്ടൻസ് നിന്ന് പിടുത്തം കിട്ടാൻ? ആകെ ആ പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റണില്ല. സഹിക്കാൻ പറ്റാച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. എങ്ങനെ സഹിക്കാൻ തിരിക്കില്ലേ? നമ്മൾ റംബുട്ടാൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കാണ് പിന്നെ നമ്മൾ ഹോം ഗ്രൗണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയാറ്. അപ്പോൾ ഹോം ഗ്രൗണ്ട് സ്വന്തം മുതലാളിൻ്റെ കസിന് നമ്മളെടുത്ത് വന്നിട്ട് ഹെവി പ്ലാന്റുകൾ എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. അടിപൊളി. ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കോ? സാറ് പേരെന്താ? എൻ്റെ പേര് എബ്രോ. എവിടെ സ്ഥലം? കാഞ്ഞിരപ്പള്ളി. അപ്പം ഹോം ഗ്രൗണ്ട് അടുത്തു നിന്നാണ് വന്നിക്കണത്. കസിൻ തന്നെയാണ്. ശരി, ഓക്കെ. എന്തായാലും നമ്മളെ ഗാർഡനിൽ വന്നിട്ട് റംബുട്ടാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, വലിയ പ്ലാന്റുകൾ.
എങ്ങനെയുണ്ട് ഓറഞ്ച് കഴിച്ചിട്ട്? എങ്ങനെ ഫീൽ ചെയ്യണേ? നല്ലായിരിക്കും. ഓക്കെ, സന്തോഷം. നമ്മളെ ഗസ്റ്റ് ആണെന്നത്. आप किधर से आ रहे हैं? गोवा गोवा गवर्नमेंट गोवा का वो एग्रीकल्चर का काम करते हैं। काम करते हैं? अच्छा अच्छा अच्छा। हम कर्नाटका वो है, और एक हमारा आदमी वो ബീഹാർ. अच्छा. നമ്മളെ ഗാർഡൻ കാണാൻ അരീക്കോടല്ലേ പറഞ്ഞത്? എന്താ പേരെന്താ? സമീർ. അപ്പോൾ പച്ചയിലും മതിരിക്കോന്നൊക്കെ അവര് ചോദിച്ചപ്പോൾ ഞാൻ ഈ വരുന്നൊരു മുഴുവൻ ആ ചോദ്യമാണ് ചോദിക്കണേ. അപ്പോൾ പൊട്ടിച്ച് ഇപ്പൊ പൊഴുക്കാൻ പഴുത്ത ഇല്ലാണ്ടായി, പച്ച തീർന്ന് ചള്ള് ഓറഞ്ചാണ്. സെപ്റ്റംബർ പിന്നെ നമ്മളെ ഡിസംബറൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ടൈം ആവുള്ളൂ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട്? മധുരം തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടുള്ളൂ ജസ്റ്റ്. അത് ലോങ്കന് നക്കിയൊക്കെ നങ്ങണ്ടോ? എന്നാ പൊട്ടിച്ചോ. അപ്പോ നിങ്ങളെ പേരെന്താ പറഞ്ഞു? അൻവർ സാദത്ത്. മുന്നേ നമ്മള് ഇവിടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും പർച്ചേസിന് വേണ്ടിയിട്ട് വന്നതാണ്. ക്ലയന്റിന്റെ ആവശ്യാർത്ഥം റാസ് ഗാർഡൻ തെരഞ്ഞു വന്നതാണ്. ബിഗ് പ്ലാന്റ് വേണം, ജംബോ പ്ലാന്റ്. അപ്പൊ നിങ്ങളെ മനസ്സിലുള്ള പ്ലാന്റുകൾ കിട്ടിയോ? ഓൾമോസ്റ്റ് ഉണ്ട്. അതാണ് നമ്മളെ ഇനിയും ബിഗ് ആവണമെന്നാണ് ആഗ്രഹം. നിങ്ങളെ ഇതെവിടെയാണ് ഓഫീസ്? കോഴിക്കോട് മുക്കം. ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റിംഗ് ആണ് മെയിൻ. അപ്പോൾ ആളുകൾ ചോദിച്ചാലേ നമുക്ക് നമ്പർ കൊടുക്കാമല്ലോ. അപ്പൊ നമ്പർ ആദ്യം തന്നെ മെൻഷൻ ചെയ്യണമുണ്ട്. കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? ലോങ് ഭയങ്കര മധുരം. കുറച്ച് ഓവറായി. ആഗ്രഹിക്കുന്ന ഫ്രൂട്ടും ഉണ്ട്, അത് വെറൈറ്റി ഫ്രൂട്ട് ഉണ്ട്. പെട്ടെന്ന് ഈ വർഷം കുഴിച്ചിട്ട് അടുത്ത സാമ്പത്തികമായിട്ടുള്ളവർക്ക് രണ്ടും ഉണ്ട്, ചെറുതുണ്ട്, 1000 ഉറുപ്പിന്റെ തയ്യുണ്ട്. കാശുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് പെട്ടെന്ന് പരിപാടിയൊക്കെ അതാണ് സന്തോഷം. എന്തായാലും ഇന്നത്തെ പ്ലാന്റ് എടുക്കല് അടിപൊളിയായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ. നിങ്ങൾ എവിടുന്ന് സ്ഥലം പറഞ്ഞു? മഞ്ചേരി. എന്തായാലും മഞ്ചേരിയിൽ നിന്ന് റാസ് ഗാർഡനിൽ കാണാൻ വേണ്ടിട്ട് ഇത്ര എത്തിയല്ലോ. ഇതിനായിട്ട് വന്ന തന്നെ ആവശ്യം. തിരൂര് വന്നപ്പോ ഒന്ന് കിട്ടോ? കഴിച്ചു നോക്കെ എങ്ങനെയുണ്ട്? സ്വീറ്റ് ലൂബി മധുരം വെച്ചിട്ടുണ്ടോ? ആയി വരുന്നുണ്ടോ? ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് മാറണത്. അപ്പൊ ജസ്റ്റ് പച്ചമന്ന് ഇങ്ങനെ വിട്ടിട്ടുള്ളൂ. വലിയ പുളിയൊന്നുമില്ല, പുളി മധുരാണത്. പക്ഷെ എന്താ ഒന്നും കൂടെ ബ്ലാക്ക് കളറിലേക്ക് മാറും. നിങ്ങൾ അവിടെ നിന്ന് വന്ന സ്ഥലം എവിടെയാണ്? കൊയിലാണ്ടി. എന്താ പേരെന്താ? ട്രെയിൻ പിടിച്ച് വന്നതാണ്. ട്രെയിനിൽ അത്ര കഷ്ടപ്പെട്ട് വന്നതാണ് റാസ് ഗാർഡൻ കാണാൻ. അങ്ങനെ എന്തായാലും നമ്മള് അവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ല എന്ന് പറയണ്ട. അന്ന് ലോങ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോന്ന് പറഞ്ഞോ. നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് കൊണ്ടോട്ടിന്ന് ഫുൾ ഫാമിലി സഹിതം വന്നവരാ. അങ്ങനെ മധുരം ഉണ്ടോ? ഉഷാറാണ്. നമ്മളെ ഗാർഡൻ എവിടെ നിങ്ങളെ സ്ഥലം പറഞ്ഞു? അരിപ്ര മുസംബി, സോറി വിയറ്റ്നാം മുസംബിയാണ്. ഇത് എങ്ങനെയുണ്ട്? മധുരമായിട്ടുണ്ടോ? അടിപൊളി മധുരാണ്. ഇനി ഒരു 4 മാസം കൂടെ കഴിയണത്. അപ്പൊ ഭയങ്കര സൈസ് ആവും ചെയ്യും. കഴിച്ചിട്ട് വീട്ടിൽ വെക്കണമെന്ന് തോന്നുന്നുണ്ടോ? 2 മക്കളും. എങ്ങനെയുണ്ട്? നിങ്ങള് എവിടെന്ന? കാസർഗോഡ് എവിടെയാണ്? ഉദുമ. ശരി. എങ്ങനെയുണ്ട്? ലോങ്കനെ ഒന്ന് കഴിച്ചു നോക്കിയേ. പിങ് പോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. അടിപൊളിയല്ലേ? ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ. എന്താ അവിടെ? കൊടുവള്ളി എന്നാ പറഞ്ഞു. വന്ന കാലക്ക് എന്തെങ്കിലും ഒന്ന് മധുരിക്കാൻ കൊടുക്കണ്ടേ? മധുരമായിട്ടുണ്ടോ? സൂപ്പറാണ്. കഴിച്ചു നോക്കിയും ഫുള്ള് കഴിച്ചു നോക്കിയും ഫ്ലഷ് ഉണ്ടോ? നമ്മളെ ഗാർഡന് എന്താ പേര് പറഞ്ഞു? ഷമീർ. സ്ഥലം വേങ്ങര. ഞങ്ങള് കോഴിക്കോട്. എങ്ങനെയുണ്ട് സപ്പോർട്ടാ? അടിപൊളി. മിയ ബിൽ മിയ. പകുതി നമ്മ കിട്ടുള്ളൂ കേട്ടോ, എല്ലാം കണ്ണാൻക്കുള്ള. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഓരോ വീഡിയോകൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ഞാൻ പറയാം. അപ്പോൾ അവർ ഇനി ത്രെഡാണിത്. ഇതാണ് അതിൻ്റെ ത്രെഡ്. ഞാൻ ഒരു ഗ്രൂപ്പ് ചാറ്റിങ്ങിൽ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞിരുന്നു,
എൻ്റെ വിഷമം എന്താണെന്നുള്ളത് മനസ്സിലായിക്കണം. ഇനിയിപ്പോൾ വിട്ടാളെ ഇനി യൂട്യൂബ് പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ വീഡിയോ ചെയ്തു മണിക്കൂർ കണക്കിന് 5 മിനിറ്റ് പറയാനുള്ള വിഷയം ഒരു മണിക്കൂറിന് കൊണ്ടുപോയിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഇനി പോകണില്ല. ഇനി നമ്മളെ വിഷയത്തിലേക്ക് കിടക്കാം. തൈകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു സാമ്പത്തികം മെച്ചപ്പെടുക, പിന്നെ വിവിധ സമയങ്ങളിൽ കായ്ക്കുന്ന തൈകൾ എടുക്കുക, പിന്നെ ഡിസീസസ് രോഗങ്ങൾ അത് അവരോട് ചോദിച്ചറിയാം. അധിക പ്രതിരോധ ശക്തിയുള്ള തൈകൾ വാങ്ങി വെക്കുക. അത് വലിയൊരു ഘടകമാണ്. കാരണം എല്ലാവർക്കും മരുന്നും ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ പിന്നാലെ നടക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 75% ഡിസീസസിനെ കൺട്രോൾ ചെയ്യുന്ന ചെടികളുണ്ട്. എല്ലാ ചെടികൾക്കും അസുഖമില്ല, പക്ഷേ കുറച്ച് സ്പെഷ്യൽ ഫ്രൂട്ട്സുകൾക്ക് അത് വലിയൊരു ഘടകം തന്നെയാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലാവസ്ഥക്ക് അനുയോജ്യമാണോ എന്ന് നോക്കുക. ഒരുപാട് ചെടികളുണ്ട് നമ്മളെ കാലാവസ്ഥക്ക് കേരളത്തിൻ്റെ. കാരണം നമുക്കൊരു 8 മാസം മഴയാണ്. 8 മാസം കറക്റ്റ് മഴ കിട്ടുന്നൊരു സ്ഥലമാണ് നമ്മളെ നാട്. വെള്ളത്തിൻ്റെ ധാരാളമുണ്ട്. പിന്നെ വെയിൽ അത്യാവശ്യമുണ്ട്. എങ്കിലും ഒരു 40 ഡിഗ്രി വരെയൊക്കെ നമ്മളെ ഒരു നോർമൽ കാലാവസ്ഥ നമുക്ക് കിട്ടുള്ളൂ. ഒരു 28 മുതൽ ഒരു 40 ഡിഗ്രി വരെയൊക്കെയാണ് നമ്മളെ കാലാവസ്ഥ. അപ്പോൾ അതിൽ കഴിയുന്ന ഒരിക്കലും നമ്മൾ സബ് ട്രോപ്പിക്കലിൽ ഉണ്ടാകുന്ന ഒരു സാധനം നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. ഒരു 15 ഡിഗ്രി 18 ഡിഗ്രിയിലൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകൾ നമ്മൾ വെക്കരുത്. അതൊക്കെ ഏത് നഴ്സറികളിൽ പോയാലും ഇപ്പം അവർ എല്ലാവരും അതിനെ കുറിച്ചിട്ട് ബോധവാന്മാരാണ്. അവർ പറയും പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ടൊരു വീഡിയോ ചെയ്യുന്നു 9 തരം ഫ്രൂട്ട്സുകൾ നിങ്ങൾ വീട്ടിൽ വെക്കരുത് എന്നല്ല, സ്ഥലപരിമിതി ഉള്ളവർ ഒഴിവാക്കേണ്ട വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ള 3 വർഷം കൊണ്ട്. അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി. അപ്പോൾ ഇതിനെ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. വർക്ക് ചെയ്യും, പണിയെടുക്കുക. നിങ്ങൾ നല്ല പണിയെടുക്കുക, ചെയ്ത് കാണിച്ചു കൊടുക്കുക. അല്ലാതെ 3500 റുപ്യേൻ്റെ തൈ ഗുജറാത്തിൽ നിന്ന് കൊടുത്താലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്ന് പറഞ്ഞാൽ. ഇതൊക്കെ കേരളത്തിലെ പ്രമുഖ നഴ്സറികളിൽ നിന്ന് കൊടുക്കുന്ന തൈകളാണ്. C2 പ്രിൻസ്, R2, E2. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടവർക്ക്, ചെറിയ തൈകൾ വേണ്ടവർക്ക് അത് കൊടുക്കും. വലിയ ജമ്പ ഹെവി പ്ലാന്റുകൾ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും. അത് ആവശ്യക്കാരനുസരിച്ചിട്ടാണ് നമ്മൾ തൈകൾ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 4-5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഏത് തൈകളാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷനാണ് പറഞ്ഞത്. അത് വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളതാണ്. ഞാൻ പറയാറ് ഒരു 10-12 ചെടി വെക്കാനുള്ള ആദ്യമായിട്ട് ഒരു 3 മാവിനാണ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് നാംഡോക്ക് തന്നെയാണ്. നാംഡോക്കുമായി അതേപോലെ തന്നെ നമ്മുടെ കാലാപ്പാടി മാംഗോ, അല്ലെങ്കിൽ പിന്നെ ബനാന മാംഗോ, കാറ്റിമോൺ മാംഗോ, ഇതിൽ ഏതെങ്കിലുമൊക്കെ. അപ്പോൾ എന്താ വിദേശ മാങ്ങകളെ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം 4 കിലോ 100 റുപ്യക്ക് കിട്ടുന്ന അങ്ങാടിയിൽ പെട്ടിയിൽ വണ്ടിയിൽ ഉന്തി കൊണ്ടുപോകുന്ന സാധനം നമ്മളില്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കി വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് വാങ്ങുന്നവർ ചിന്തിക്കുക. നമുക്ക് അത് കായ്ച്ചാൽ, അപ്പോൾ ഉദാഹരണം 4 kg മാംഗോ, അല്ലെങ്കിൽ മിയാസാക്കി മാംഗോ, അല്ലെങ്കിൽ ബനാന മാംഗോ, R2, E2 മാംഗോ, അങ്ങനെ ഓപ്ഷൻ ഒരുപാടുണ്ട്. വിദേശ മാങ്ങകൾ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന മാങ്ങകൾ വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം. ആരും കൈ പിടിച്ചിട്ട് അത് വാങ്ങണ്ടെന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ എൻ്റെ സജഷൻ ചോദിച്ചു വരുന്നവരോടാണ് ഞാൻ 1-ാം നമ്പർ 2-ാം നമ്പർ 3-ാം നമ്പർ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ വേൾഡിലുള്ള എല്ലാവരും അത് അംഗീകരിക്കാനും അതൊരു പ്രബന്ധമാക്കി അവതരിപ്പിക്കാനുള്ളതൊന്നുമല്ല. നമ്മൾ വരുന്നത് ആദ്യമായിട്ട് വെക്കുന്നവരോട് അത് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് അതിനെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അത് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പ്രശ്നമില്ല, അവരത് ചെയ്തോട്ടെ, അതിന് പ്രശ്നമില്ല. എൻ്റെ അഭിപ്രായത്തിന് ഒരു മാറ്റമില്ല. അന്നും ഇന്നും എന്നും ഇപ്പോൾ അവൈലബിൾ ആയ പ്ലാന്റുകളിൽ ഞാൻ പറയാറ് അത് തന്നെയാണ്. അതേപോലെ തന്നെ പേരക്ക തൈ വെക്കുകയാണെങ്കിൽ തായ് പിങ്ക് പേര, ജപ്പാൻ പേരൻ്റെ വൈറ്റ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വന്ന മറ്റേ ജാർബി റെഡ്, ഇങ്ങനെയുള്ള പേരക്കകൾ വെക്കുക. കാരണം മറ്റുള്ള പേരക്കകൾ എന്തേന്ന് വെച്ചാൽ അതിനുത്തരം നമുക്കത് അങ്ങാടിയിൽ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് വാങ്ങേണ്ടവർക്ക് അത് വാങ്ങിക്കാം. നമ്മളുള്ള ചുരുങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു നാനോ കൃഷി ചെയ്യുന്നവർക്ക്, ടെറസ് ചെയ്യുന്നവർക്ക്, ഈ ഭൂമി തന്നെ ചെയ്യുന്നവർക്ക്, 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡ്. അപ്പോൾ ഇനി വാങ്ങുന്നവർക്ക് ഓപ്ഷനാണ് അത് ഏത് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ ഏകദേശം ഒരു 60 വെറൈറ്റി മാവുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത്ര പറയുന്നത് തന്നെ അത് ആവശ്യമുള്ളവർക്ക്, കൂടുതൽ വെക്കേണ്ടവർക്ക് അത് വെക്കുക എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഒരു പുതുതായിട്ട് തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ പ്ലാവ് വെക്കുന്നവരാണെങ്കിൽ ഞാൻ പറയാറ് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് J33 ആണ്. പിന്നെ അതേപോലെ തന്നെ കംബോഡിയൻ ജാക്ക്, അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എർലി, ഇതൊക്കെ വെക്കാം. അതേപോലെ ഡാങ് സൂര്യ, വേറെ ഒരുപാട് പ്ലാവുകളുണ്ട്, ഇല്ല എന്നുള്ളതല്ല. എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. അത് സ്വീകരിക്കേണ്ടവർ മാത്രം സ്വീകരിച്ചാൽ മതി. ആരും അടിച്ചേൽപ്പിക്കാനുള്ളൊരു സംഭവമല്ലല്ലോ അത്.
അപ്പോൾ ഇത്രയും ഇതാണ് ഒരു പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് പറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ സീഡ് ലൂബി, അതേപോലെ ചാമ്പൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റികൾ, പിന്നെ ഓറഞ്ചിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ മുസംബി അല്ലെങ്കിൽ വിയറ്റ്നാം മുസംബി, അതിലേതെങ്കിലും ഒരു ഐറ്റംസുകൾ, പിന്നെ മറ്റുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈ വെക്കണമെങ്കിൽ ഒക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് മാത്രം വെക്കേണ്ടതാണ്, സ്ഥലമുള്ളവർക്ക്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു സപ്പോട്ട, ഞാൻ പറയാറ് എപ്പോഴും ബനാന സപ്പോട്ടയാണ്, തായ് ജംബോ സപ്പോട്ട, ബനാന സപ്പോട്ട. സപ്പോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കടകൾ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇത് ബനാന സപ്പോട്ട ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. നമുക്കത് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കണം. ഫ്യൂച്ചറിൽ വന്നുകൂടാ ഇല്ല, വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ കൊമേഴ്ഷ്യലിൽ മറ്റേതൊക്കെ വെട്ടിയിട്ട് ആളുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്ലാന്റുകൾ സെലക്ഷൻ, എൻ്റെ സെലക്ഷനാണുള്ളത്. അത്രേ എനിക്ക് ഈ കാര്യത്തിൽ പറയാം. പ്രത്യേകത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക, എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാകുന്ന തൈകൾ മിക്സാക്കിയിട്ട് വെക്കുക, രോഗപ്രതിരോധ ശക്തി ഉള്ളതിൽ വെക്കുക, പിന്നെ കാലാവസ്ഥ അനുയോജ്യമായത് വെക്കുക. എല്ലാ ചെടികളും കൂടെ നമുക്ക് കിവി, അതേമാതിരി പേഴ്സിമോണ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സുകൾ ഒരുപാടുണ്ട്, ആപ്രിക്കോട്ട്, പീച്ചസ് ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനൊക്കെ നഴ്സറികളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പീച്ചസിൻ്റെ തൈ വെക്കുന്നു, പ്ലംസിൻ്റെ തൈ വെക്കുന്നു, ആപ്രിക്കോട്ടിൻ്റെ തൈ വെക്കുന്നു, കീവിൻ്റെ തൈകൾ വെക്കുന്നു, അങ്ങനെ ഒരുപാട് തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കായ്ക്കൂല ഉള്ളതൊന്നും അവരുടെ വിഷയമല്ല, ആരുടെയും വിഷയമല്ല, അത് ഉൽപ്പന്നമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരോട് തന്നെ ചോദിച്ചറിയാം, ഇത് എവിടെയെങ്കിലും കായ്ച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് പുതുതായിട്ട് വെക്കുന്നവർക്ക് ഒരു ധാരണ കിട്ടും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇപ്പോൾ തൈകൾ പഠിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്. അതിന് വേറൊരു വീഡിയോയിൽ കണ്ട് ഡ്രമ്മിൽ വെച്ചാൽ കായ്ക്കൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരാളോടും പറയാറ്, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, എൻ്റെ മിക്ക എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു ഭൂമിയിൽ ഒരു പ്ലാന്റ് വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വെക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്ഥലം ഇല്ല, നിങ്ങൾക്ക് ആഗ്രഹമാണ്, ഒരു കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമാണ്, അങ്ങനെയുള്ളവർ മാത്രം ഇതേപോലെ ചട്ടിയിലൊക്കെ വെച്ച് കായ്പ്പിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഓറഞ്ച് കായ്ച്ചത് കാണും. ഇത് ഞാൻ ഒരു 3 വർഷം മുന്നേ കൊണ്ടുവന്ന നമ്മുടെ ഇന്ത്യൻ മുസംബിൻ്റെ തൈയാണ്. ഇതിൽ എത്ര ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഡ്രമ്മിലാണ് കേട്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡ്രമ്മിൽ ഇപ്പോൾ മാങ്ങൊക്കെ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റസാക്ക പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന പറയും. നിങ്ങളെന്തിനാണ് അതിങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നുള്ള. പക്ഷെ പുതിയ ഒരുപാട് ആളുകൾ, പഴയ ആളുകൾ മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോൻ്റെ അടിയിലേക്ക് ചേർന്ന് വരുന്നുണ്ട്. അവർക്ക് മുൻകാല ഹിസ്റ്ററികളൊന്നും അറിയില്ല. അപ്പോൾ അവർ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞു കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും സ്ഥലമുള്ളവർ ഒരിക്കലും പിന്നെ ഡ്രമ്മിൽ വെക്കരുത്. കാരണം അതിൻ്റെ 10ൽ 2 കിട്ടുള്ളൂ. നിങ്ങൾക്ക് 10 മാങ്ങ പിന്നെ താഴെ കായ്ക്കുമെങ്കിൽ അതിൽ 2 മാങ്ങ പ്രതീക്ഷിച്ചാൽ മതി ഡ്രമ്മിൽ. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് 1 മാങ്ങ കഴിച്ചാൽ അതിൻ്റെ ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആ ഒരു സുഖം, സന്തോഷമൊക്കെ അതിങ്ങനെ കാണുക എന്നുള്ളത്. ഞാനൊക്കെ ഇതിൽ ഓറഞ്ചുകളൊക്കെ ഇങ്ങനെ പൊട്ടിക്കാതെ നിർത്തല എൻ്റെ ടെറസിൻ്റെ മേലെ അവിടെ വന്ന്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ച് തിന്നാന്നുള്ളതല്ല, അതിങ്ങനെ കണ്ടിട്ട് അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. അല്ലാതെ പിന്നെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി വിൽക്കാനൊന്നുമല്ല. സ്ഥലമില്ലാത്തവർക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവർ അതിൻ്റെതായ സ്ഥലവും കാര്യമൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇത് കണ്ടില്ല, ഇതൊക്കെ വിയറ്റ്നാം മുസംബിയാണ്. അപ്പോൾ ഇതേത് മുസംബി നിങ്ങൾ ഏത് ഓറഞ്ച് എടുത്താലും ഇപ്പോൾ ഒരുപാട് ഓറഞ്ചുകളുണ്ട് കേരളത്തിൽ, കായ്ക്കാത്ത ഒരുപാട് ഓറഞ്ചുകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏതൊക്കെ കായ്ച്ചു എന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ തൈകൾ കൊടുക്കുന്നത്. അത് നമ്മളെ കാലാവസ്ഥക്ക് അനുകൂലമാണെന്ന്. അതേപോലെ തന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, ഓരോ നഴ്സറിക്കാരും അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ ആരും പറയുന്നത്, എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് നഴ്സറികളിൽ പോയാലും പിന്നെ അവിടെ മദർ പ്ലാന്റ് ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്, അവർക്ക് അതിനെക്കുറിച്ച് അറിയുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അവർ വിശ്വസനീയ സ്ഥലത്തു നിന്നാണോ അത് എടുത്തിരിക്കുന്നത്, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അപ്പോൾ അവർക്ക് 100% ഉറപ്പുള്ള തൈകളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. പ്രൊഡ്യൂസ് ചെയ്യാൻ ആയിരക്കണക്കിന് സ്ഥലങ്ങളുണ്ട്. അവരാരും റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് വരില്ല. അവരാരും നിങ്ങളുടെ അടുത്തേക്ക് തൈകൾ കൊണ്ടുവന്ന് തരൂല. ഗുജറാത്തിൽ നിന്ന് അനിലൊന്നും നിങ്ങളെ വീട്ടിലേക്ക് തൈകൾ കൊണ്ടുവന്ന് വരില്ല. നിങ്ങൾ 10,000-2,500-3,000 കിലോമീറ്റർ പോയിട്ട് തൈകൾ 3,500 രൂപേൻ്റെ തൈൻ്റെ വില ഒന്നും ആ വീഡിയോയിൽ പറഞ്ഞില്ല കേട്ടോ. അതാ രസം. ഇത്ര ഉള്ളു തൈ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ പറഞ്ഞിട്ട് എന്താ അറിയോ, ഇതൊക്കെ ലെമൺ സെസ്റ്റൊക്കെ ബംഗാളിൽ ഇറങ്ങിയിട്ടുണ്ട്.
അവരൊക്കെ അത് കൊണ്ടുവരിക. ആകെ ലെമൺ സെസ്റ്റ് കൊടുന്നാൽ മതിയാ, വേറെ മാങ്ങ ഒന്നും കൊണ്ടുവരണ്ടേ. അതൊക്കെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് വിൽക്കണം. മറ്റുള്ളതൊക്കെ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് വിൽക്കണം. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, തമാശയെ കൂടെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ മെയിൻ കണ്ടന്റ് നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി വർഷക്കാല പരിചരണം, ഇപ്പോൾ മഴയാണ്, അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയിട്ടും പുതിയ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വർഷക്കാലത്ത് നമ്മളെ ചെടികൾ എങ്ങനെയൊക്കെ പരിചരിക്കേണ്ടി എന്നുള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.